ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായിട്ട് ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെയും തന്നെ രാമായണത്തിൻ്റെ ശീലുകൾ അലയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ഈ വർഷത്തിൽ ഒരുപാട് ആൾക്കാർ ഈ രാമായണ പാരായണത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം കാണിച്ചിട്ട് നമ്മുടെ ആൾക്കാർ ഇറങ്ങുന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാമായണത്തിൻ്റെ ആ ശീലുകളൊക്കെ കേട്ട് അല്ലെങ്കിൽ നമ്മൾ വായിച്ചൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരുപാട് ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു കുളിർമയൊക്കെ നമുക്ക് കിട്ടി. എല്ലാവർക്കും രാമൻ എന്നുള്ള ആ ഒരു ഇതിഹാസ പുരുഷന്റെ കഥകളൊക്കെ വായിച്ച് കേട്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് നിർത്തുന്നൊരു കാലഘട്ടം എത്തി. അതായത് കർക്കിടക മാസം 1-ാം തീയതി മുതൽ സാധാരണ 31 ദിവസമാണ്, ഈ വർഷം 32 ദിവസമുണ്ട്. അത് 4 വർഷം കൂടുമ്പോൾ അങ്ങനെ 32 ദിവസം വരാറുണ്ട്. അങ്ങനെ ഈ വർഷം കർക്കിടക മാസത്തിൽ 32 ദിവസമുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ 31-ാമത്തെ ദിവസത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വായന നിർത്തിയ ആൾക്കാരുണ്ട്, ചില ആൾക്കാർ നാളെ നിർത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ വായന നിർത്തുന്നതിന് എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ പലരിലുമുണ്ട്. സത്യത്തിൽ രാമായണ മാസാചരണമായിട്ട് നടത്തുകയാണ് എങ്കിൽ നമ്മൾ രാമായണ മാസം തീരുമ്പോൾ, അതായത് കർക്കിടക മാസം തീരുമ്പോഴാണ് വായിച്ച് നിർത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ നാളെ നമ്മൾ പട്ടാഭിഷേകം വായിച്ച് വേണം, ഈ ഭാഗം വായിച്ച് വേണം നമ്മൾ വായന നിർത്തുവാൻ, ആചരണം തീർക്കുവാനായിട്ട്. അതിന് ശ്രീരാമ പട്ടാഭിഷേക ഭാഗം വായിച്ച് അവിടെ ഭഗവാന്റെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അഭിഷേകാദി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിവേദ്യമൊക്കെ കൊടുത്ത് വേണം നമ്മളവിടെ സമർപ്പിക്കേണ്ടത്. ഇനി അതല്ല, നമുക്ക് ഫോട്ടോയോ ചിത്രങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു നിലവിളക്ക് കത്തിച്ചാണല്ലോ എന്താ വായിക്കുന്നത്. ആ നിലവിളക്കിന് മുമ്പിൽ നമുക്ക് അവിടെ ഭഗവാന് നിവേദിക്കാനുള്ള പായസം, പാല്, ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആക്കിയിട്ട് നമുക്കവിടെ വായിച്ച് നിർത്താവുന്നതേ ഉള്ളൂ. ചില ആൾക്കാർ ഈ പാരായണം തീർന്നു കാണാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഓരോ ദിവസത്തെ തിരക്ക് മൂലം ചിലപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ വായിക്കാൻ പറ്റാതിരുന്നവരോ അല്ലെങ്കിൽ എത്ര വായിച്ചിട്ടും നമുക്ക് അവസാന ഭാഗം എത്താതിരുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും നമുക്കത് തീർക്കുന്നതിന് ആ അവസാന ദിവസം ആചരണം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ ഇനി വായിച്ചു തീർക്കാൻ എത്ര ഭാഗം ഉണ്ടെന്ന് നോക്കിയിട്ട് ആ ഓരോ കാണ്ഡങ്ങളുടെ എത്ര കാണ്ഡം ഉണ്ടെന്ന് നോക്കിയിട്ട് ആ കാണ്ഡങ്ങളുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഒന്ന് വായിച്ച് തീർക്കുക. അപ്പോൾ ഓരോ കാണ്ഡം തീരുമല്ലോ. ആദ്യത്തെ കുറച്ച് ഭാഗം വായിക്കണം, പിന്നെ അവസാനത്തെ കുറച്ച് ഭാഗം വായിക്കണം. അങ്ങനെ വായിച്ച് ഓരോ കാണ്ഡങ്ങളുടെയും ആദ്യത്തെ അവസാനത്തെ ഭാഗം വായിച്ച് തീർത്തിട്ട് നമുക്ക് അവസാനം ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് നിർത്തി കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ പൂർണ്ണമാക്കി ചെയ്യാം. അതുപോലെ ചില ആൾക്കാർ നേരത്തെ തന്നെ വായിച്ച് തീർന്നിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നെങ്കിൽ ആദ്യമേലെ തുടങ്ങിയിട്ടുള്ളവരുണ്ടാകാം, അതല്ലെങ്കിൽ ഉത്തരരാമായണം വായിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ഉത്തരരാമായണം വായിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് ദോഷാവസ്ഥകളൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഉത്തരരാമായണം വീടുകളിൽ വായിക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. രാമായണം വാൽമീകി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ തുച്ഛെഴുതിച്ച് നമുക്ക് വേണ്ടിയിട്ട് അത് പരിഭാഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വായിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ദോഷങ്ങളൊന്നുമില്ല. അങ്ങനെ ഉത്തരരാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നവരായാലും നമ്മൾ നിർത്തുന്ന ദിവസം, ആചരണം നിർത്തുന്ന ദിവസം ശ്രീരാമ പട്ടാഭിഷേകം ചൊല്ലി തന്നെ വേണം നിർത്തേണ്ടത്. അവിടെ നമുക്ക് ഫോട്ടോ ഉള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പാലഭിഷേകമോ അല്ലെങ്കിൽ കരിക്ക് കൊണ്ടുള്ള അഭിഷേകമോ ശുദ്ധജലം കൊണ്ടുള്ള അഭിഷേകമൊക്കെ ചെയ്ത് പട്ടാഭിഷേകം വായിക്കുന്ന സമയത്ത് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുടുംബത്തിൽ എല്ലാവരുടെ കൂടി ഇരുന്നുണ്ടെങ്കിൽ ഈ ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് തീർക്കുന്നതൊക്കെ വളരെയധികം നമുക്ക് വീടിനുള്ളിൽ ദൈവാദിനം അത്രയും അല്ലെങ്കിൽ ശ്രീരാമന്റെയും ബാക്കിയുള്ള ദേവതകളുടെയൊക്കെ അനുഭവം നമുക്ക് പൂർണ്ണമായിട്ട്, അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് വായിച്ച് എല്ലാവരോടും ഒന്നിച്ച് ഇരുന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ മറ്റേതെങ്കിലും ഭാഗത്തിൽ വായിച്ച് നിർത്താൻ പാടില്ല. ശ്രീരാമ പട്ടാഭിഷേകം വേണം അവസാന ഘട്ടത്തിൽ വായിച്ച് നിർത്തേണ്ടത്. പിന്നെ ഇതെല്ലാം ഇനിയും തുടർന്ന് വായിച്ചുകൊണ്ട് പോകുന്നതിനാണെന്നില്ല അവർക്ക് പ്രത്യേകിച്ച് നിഷ്ഠയൊന്നുമില്ല. അതായത് ഇപ്പോൾ രാമായണ പാരായണത്തിന് തന്നെ 3-4 ഘട്ടങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ആചരണ രാമായണമാണ് മാസത്തിൽ, അതായത് കർക്കിടക മാസത്തിൽ മാത്രം വായിച്ചിരിക്കുന്ന രാമായണ ആചരണമാണ്. അപ്പോൾ അത് ആചരണ രാമായണ പാരായണം. രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദിനരാമായണ പാരായണമാണ്. ദിനരാമായണ പാരായണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം പ്രത്യേകം കാണാം. ഒന്നുകിൽ പിറന്നാൾ ദിവസമാകാം, അല്ലെങ്കിൽ ശ്രാദ്ധ ദിവസമാകാം, അല്ലെങ്കിൽ ശ്രീരാമന്റെയോ ഹനുമാന്റെയോ ലക്ഷ്മണന്റെയോ ഒക്കെ നവമി വരുന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജയന്തി വരുന്ന ദിവസം, ശ്രീരാമ നവമി അല്ലെങ്കിൽ ഹനുമത് ജയന്തി, ലക്ഷ്മണ ജയന്തി, അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസങ്ങൾ മാത്രമായി ചിലപ്പോൾ നമ്മുടെ ആൾക്കാരുടെയെങ്കിലും പിറന്നാളോ അതിൽ ശ്രാദ്ധമൊക്കെ വരുന്ന ദിവസം കണക്കാക്കിയിട്ട് ഒരു ദിവസം മാത്രം വായിക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ വായിക്കുന്നതിന് ദിനരാമായണ പാരായണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കും ആണെങ്കിലും ഈ ആചരണ രാമായണത്തിൽ പങ്കുചേരാം. അതായത് ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് നിർത്തിയിട്ട് ഈ ചടങ്ങുകളൊക്കെ ചെയ്യാം.
പിന്നെ അതിൽ പാഠ്യരാമായണ പാരായണമുണ്ട്. അതായത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് ശ്രീരാമ കഥകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാമായണത്തിലെ കഥകളൊക്കെയും പഠിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതും അവിടെയും പാരായണം തന്നെയാണല്ലോ നടക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ ഈ രാമായണ മാസാചരണത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവസാന ദിവസം ശ്രീരാമ പട്ടാഭിഷേകം കഥാഭാഗം വായിച്ച് അന്നത്തെ ചടങ്ങുകളൊക്കെ നമുക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ നിത്യരാമായണ പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ എല്ലാ ദിവസവും വായിച്ചുകൊണ്ട് പോകുന്നവരാണ്. അപ്പോൾ എല്ലാ ദിവസം വായിച്ചിട്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്കും ഈ ഇതിൽ ഭാഗമാവണമെങ്കിൽ ഈ അന്നത്തെ ദിവസം, അതായത് രാമായണ പാരായണ ആചരണം നിർത്തുന്ന ദിവസം വേണമെങ്കിൽ ഈ ശ്രീരാമ പട്ടാഭിഷേകം മാത്രം വായിച്ചൊന്നും അവർക്ക് ഈ ആചരണത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനെ ദോഷമൊന്നും പറയുന്നില്ല. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അഭിഷേകമൊന്നും ചെയ്യണമെന്നില്ല. നിലവാക്കിൻ്റെ അടുത്ത് തന്നെ വേണമെങ്കിൽ പാലും പഞ്ചഗവ്യാദി കാര്യങ്ങളും പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസുകളും പിന്നെ വെച്ച് നൈവേദ്യം പായസാദി കാര്യങ്ങളുണ്ട്, പായസത്തിൽ വെക്കുക, ഇളനീര് വെക്കുക, അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളല്ല. നമ്മൾക്കിതെല്ലാം ഒരു സമർപ്പണമാണല്ലോ. ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഒരുക്കി വെക്കാവോ അതെല്ലാം നമുക്ക് വെച്ച് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടാവുന്നതാണ്. അങ്ങനെ ഈ വായന നമ്മൾ സമർപ്പിക്കുമ്പോൾ, അതായത് രാമായണ മാസ ആചരണം നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈ ഗ്രന്ഥം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥം നമുക്ക് മറ്റാർക്കെങ്കിലും ഒരാൾക്ക് ദാനം ചെയ്യുന്നത് വളരെയധികം ഉത്തമ ഫലം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് വായിച്ചു ചേർത്തിട്ട് ആ ഗ്രന്ഥം തന്നെ നമുക്ക് ആർക്കെങ്കിലും ആർക്കും ദാനം കൊടുക്കുവാണ്. ഏതെങ്കിലും പഠിതാക്കൾക്കോ അല്ലെങ്കിൽ ഇത് വായിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലുമോ ഇത് അങ്ങനെയല്ല ഒന്നും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും തന്നെ നമുക്ക് വേണമെങ്കിൽ ദാനം ചെയ്യാം. ദാനം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ദാനമാണ് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം, ദാനമാണല്ലോ. ഇപ്പോൾ രാമായണം വായിച്ച് നിർത്തുമ്പോൾ ആ ദാനം ചെയ്തുകൊണ്ട് നമുക്കിവിടെ നിർത്താവുന്നേ, കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും രാമായണ മാസത്തിന്റെ മുഴുവൻ പുണ്യവും ഈ രാമായണം പാരായണം ചെയ്തവർക്കും ഈ പാരായണങ്ങളൊക്കെ ശ്രവിച്ച് ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം നേടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്കും എല്ലാവർക്കും തന്നെ ഭഗവാന്റെയും ബാക്കി എല്ലാ ദേവതകളുടെയും അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.